ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഗ്രൂപ്പിൽപ്പെട്ട കുറച്ച് ആളുകൾക്ക് ഫേസ്ബുക്കിൻ്റെ ഫോളോവേഴ്സും അതുപോലെ മോണിറ്റൈസേഷനൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ആദ്യം തന്നെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ളത്, ഒരാൾ ചോദിച്ചത് എൻ്റെ അടുത്ത് എന്താണ് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിന് ആകെ 18 ഫോളോവേഴ്സേ ഉള്ളല്ലോ എന്ന്, ജസ്റ്റ് 18 അല്ലേ ഉള്ളൂ എന്ന്. ബിക്കോസ് അതെൻ്റെ പുതിയ പേജാണ്. ഞാൻ ആ പേജ് ആദ്യം ക്രിയേറ്റ് ചെയ്തു, പിന്നെ എനിക്ക് തോന്നി വേണ്ട, ഞാനത് ചെയ്യുന്നില്ല, ഞാൻ ആദ്യത്തെ എൻ്റെ ആ പ്രൊഫൈലിലുള്ള ആ പേജ് തന്നെ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ ഒരു ക്രൂഷ്യൽ ഘട്ടത്തിലാണ്. അപ്പോൾ ഈ പുതിയ പേജ് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതായത് ഈ ഫേസ്ബുക്ക് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, വീഡിയോസ് ചെയ്യാനൊക്കെ എനിക്ക് യൂസ്ഫുള്ളാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ പേജ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ്റെ ക്ലാരിഫൈ ചെയ്യാനുള്ളത്, എൻ്റെ അടുത്ത് നമ്മളുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ ചോദിച്ചത്, അവർക്ക് 5000 ഫോളോവേഴ്സാണ് ഉള്ളത്, പിന്നെ കണ്ടു 8000 ഫോളോവേഴ്സിൽ കൂടുതൽ അവർക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. അപ്പം ഇതിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫേസ്ബുക്കിൽ നമ്മളുടെ ഫ്രണ്ട് ലിസ്റ്റിലാണെങ്കിൽ നമുക്ക് 5000 ഫ്രണ്ട്സിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിനൊരു ലിമിറ്റ് ഉണ്ട്, 5000 ഫ്രണ്ട്സിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പേഴ്സണൽ പ്രൊഫൈൽ പേജ് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റിയിട്ട്, അങ്ങനെ പ്രൊഫഷണൽ പേജ് ആവുമ്പോഴാണ്, അതായത് പ്രൊഫഷണൽ ഡാഷ്ബോർഡുള്ള ഫേസ്ബുക്ക് പേജ് ആവുമ്പോഴാണ് നമുക്ക് എത്ര ഫോളോവേഴ്സിനെ വേണമെങ്കിലും ആഡ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അതിനൊരു ക്രൈറ്റീരിയ വെച്ചിട്ടില്ല. അതായത് ഇത്ര ഫോളോവേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഫേസ്ബുക്ക് നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഫ്രണ്ട്സ് 5000 ആണ്, മാക്സിമം 5000 ആണ്. ഓക്കെ, എന്നാലും നമുക്ക് ആദ്യം പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിന് സൊല്യൂഷനായിട്ട് ഫസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ, പ്ലേ സ്റ്റോറിൽ പോവുക, നമ്മളുടെ ഫേസ്ബുക്ക് ആ ഒരു ആപ്പ് അപ്ഡേറ്റ് ചെയ്യാം. ഫസ്റ്റ് തിങ്, നമ്മുടെ ഫേസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്തു, ഫസ്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്ത് നമ്മളുടെ ഫേസ്ബുക്ക് പേജിൽ, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫേസ്ബുക്ക് ആപ്പ് തുറക്കുക, ആ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യൂ. അതിനുശേഷം സെറ്റിങ്സ് ആൻഡ് പ്രൈവസിയിൽ പോവുക, പ്രൈവസി ചെക്കപ്പ് ഓപ്പൺ ചെയ്യുക. പിന്നെ അതിൽ ഹൗ പീപ്പിൾ ക്യാൻ ഫൈൻഡ് യു, അതിൽ പോയിട്ട് എവ്രി വൺ ആക്കി കൊടുത്താൽ എല്ലാവർക്കും നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാം. ഓക്കെ, പക്ഷേ ഇവിടെ ഫ്രണ്ട് റിക്വസ്റ്റ് മാക്സിമം ലിമിറ്റേഷൻ ഉണ്ട്, 5000. പിന്നെ ഇനി നമുക്ക് ഫോളോവേഴ്സിൻ്റെ കൂട്ടാൻ വേണ്ടിയിട്ടും, പിന്നെ നമ്മളുടെ പേജിൽ അവിടെ സ്റ്റോപ്പായി പോയ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ആയി പോയത് എന്താണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. അപ്പം ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം, എന്നിട്ട് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. നിങ്ങളുടെ അടുത്ത ഡൗട്ടാണ്, അതായത് 8000 ഫോളോവേഴ്സായി നിന്ന് പോയി, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പം അതിൽ എനിക്ക് എൻ്റെ ഭാഗത്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം കൂടെ പറയട്ടെ. ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഒരു അൽഗോരിതത്തിൻ്റെ ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുശേഷം ഈ ഫോളോവേഴ്സിൻ്റെ കാര്യത്തിനെ കുറിച്ച് നമുക്ക് പറയാം. അതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഹാഫ് ആൻ അവർ മുന്നേ നമ്മൾ ആ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് തുറക്കുന്ന, നമ്മളുടെ കണ്ടൻറ്റ് പോലെ അത് ആ മോഡലിൽ വരുന്ന കണ്ടൻറ്റുകളുള്ള പേജുകൾ ഓപ്പൺ ചെയ്യുന്ന, അത് വാച്ച് ചെയ്യാം. അത് വാച്ച് ചെയ്തിട്ട് അവർക്ക് കമൻസ് കൊടുക്കുക, ലൈക്ക് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ ഇപ്പം ഒരു വെള്ളത്തിൽ ഇളക്കുണ്ടാക്കുന്ന പോലെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും അവിടെ ഒരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ അവിടെ ഒരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത്, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ആ ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റാഗ്രാം പേജിലോ യൂട്യൂബിലോ നമ്മളുടെ ഒരു പേര് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ, നമുക്കൊരു പ്രൊഫൈലുണ്ട്, ആ പേര് ഉപയോഗിച്ച് നമ്മൾ അവിടെ ഒരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത്, ആ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഹാഫ് ആൻ അവറിന് ശേഷം നമ്മളുടെ പോസ്റ്റ് ഇടുന്നത്, കണ്ടൻറ്റ് ഏത് വീഡിയോ ആണെങ്കിലും ടെക്സ്റ്റ് ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും നമ്മൾ കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഹാഫ് ആൻ അവർ നമ്മൾ എൻഗേജ്ഡായി നിൽക്കുന്നത്. അതായത് ഇതുപോലെയുള്ള വീഡിയോസിന് ലൈക്ക് കൊടുത്തിട്ടും കമൻറ്റ് കൊടുത്തിട്ടും നമ്മൾ എൻഗേജ്ഡായി നിൽക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു പേജിന് അല്ലെങ്കിൽ നമ്മളുടെ ഒരു കണ്ടൻറ്റിന് റീച്ച് കിട്ടും, നന്നായി റീച്ച് കിട്ടും. പിന്നെ ഒരു സെക്കൻഡ് ഫാക്ടർ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ടൈമാണ്. നമ്മളുടെ ഫോളോവേഴ്സ് ഏത് ടൈമിലാണ് ഉള്ളത്, ആ ടൈമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് മൂവ് ആവും. ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ് ആ കാര്യത്തിൽ. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ കാലം വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ ജോബൊക്കെ വിട്ട സമയത്താണ് ഇതിനൊക്കെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഫോക്കസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ രാവിലെ ആയിരുന്നു പോസ്റ്റ് ചെയ്യുക. രാവിലെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കിങ്ങനെ കാര്യമായിട്ട് ഫോളോവേഴ്സിനൊന്നും കിട്ടാറില്ല. പിന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചതും മനസ്സിലാക്കിയതും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഞാനൊരു ചാനൽ തുറന്നതൊക്കെ. ഓക്കെ,
അപ്പം ഇതിന്ന് മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പം ഞാൻ ആ രാവിലെ പോസ്റ്റ് ചെയ്യുന്നത് ചില ദിവസം എന്തെങ്കിലും വർക്ക് കൂടുതലാണെങ്കിൽ ഞാൻ അങ്ങനെ അത് പോസ്റ്റ് ചെയ്യാതെ, പിന്നെ ഞാൻ ഈവനിങ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് എൻ്റെ ഫോളോവേഴ്സ് ആക്റ്റീവ് ആവുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 5:30 6 o'clock ശേഷമാണ്. 7 o'clock, ഈ 7 o'clock നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് അത്ര ഹൈപ്പിൽ പോകും, നന്നായിട്ട് റീച്ച് വരും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളും കണ്ടന്റ് പോസ്റ്റ് ചെയ്യുമ്പം അത് ഏത് ടൈമിലാണ് നിങ്ങളുടെ ഫോളോവേഴ്സ് വാച്ച് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, അപ്പം നമ്മൾ കാര്യത്തിലേക്ക് വരാം. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമുക്ക് മില്യൺസ് ഓഫ് ഫോളോവേഴ്സിനെ ആഡ് ചെയ്യാൻ കഴിയും. അതിനൊരു റെസ്ട്രിക്ഷൻ ഇല്ല. അതിൽ ഫേസ്ബുക്കിൻ്റെ അൽഗോരിതം വർക്കൗട്ട് ആവുന്നത്, നമ്മളൊരു പോസ്റ്റ് ഇടുമ്പം ഫേസ്ബുക്ക് നമ്മുടെ എല്ലാ ഫോളോവേഴ്സിനെയും അത് കാണിക്കുന്നില്ല. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മളൊരു കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാ ഫോളോവേഴ്സിലേക്കും ഫേസ്ബുക്ക് എത്തിക്കുന്നില്ല. ഓക്കെ, ഒരു ചെറിയ പെർസെൻറ്റേജ്, അതായത് 2 to 6% മാത്രം ഉള്ളൂ നമ്മളുടെ ഫോളോവേഴ്സ്. 2 to 6% ഫോളോവേഴ്സിലേക്ക് മാത്രമാണ് ഇനീഷ്യൽ സ്റ്റേജിൽ ഫേസ്ബുക്ക് ഈ ഒരു കണ്ടന്റിനെ എത്തിക്കുന്നത്. ഇതുപോലെ നമ്മളെപ്പോലെ ഒരുപാട് ആളുകൾ പോസ്റ്റ് ഇടുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ എത്തിക്കുന്ന സമയത്ത് നമ്മുടെ പോസ്റ്റ് ഒരുപാട് പേരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളുടെ ആ ഒരു കണ്ടന്റിന് എൻഗേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് ആളുകൾ കാണുമ്പം തന്നെ അവർക്ക് അതിനൊരു ലൈക്ക് അടിക്കാനും ഒരു കമൻ്റ് അടിക്കാനും അവർക്ക് താനേ ഒരു ടെൻഡൻസി ഉണ്ടാവണം. അതൊരു ഇമേജ് ആണെങ്കിലും അല്ലെങ്കിൽ അതിലൂടെ നമ്മളൊരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിലും വീഡിയോ ആണെങ്കിലും റീലാണെങ്കിലും കാണുന്നവർക്ക് ആ ഒരു ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഒരു കണ്ടന്റിനെ പോസ്റ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പം അതാണ് ഓർഗാനിക് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളുടെ ഫോളോവേഴ്സ് നമ്പർ കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ എന്ന് പറഞ്ഞാൽ, നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് നല്ല ആവേശത്തിലായിരിക്കും നമ്മൾ തുടങ്ങുക. അപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടന്റ് വെച്ച് ചെയ്യുകയാണെങ്കിൽ, അത് ഏത് കണ്ടന്റ് ആണെങ്കിലും ആയിക്കോട്ടെ, ചില ആളുകൾ മാത്രമേ ഉള്ളൂ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക കണ്ടന്റിൽ ഫോക്കസ് ചെയ്ത് ചെയ്യുള്ളൂ. മിക്കവാറും ആളുകൾ സ്വന്തം ലൈഫ് സ്റ്റൈലായിരിക്കും, അതായത് ഡെയിലി ലൈഫ് ബ്ലോഗൊക്കെ ആയിരിക്കും ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുമ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നോർമലായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പം ആളുകൾ അത് സ്കിപ്പ് ചെയ്ത് പോകും, അല്ലേ? അപ്പം അതിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഡെയിലി ലൈഫാണെങ്കിലും ചെയ്യാൻ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് അതൊരു ബോറടി തോന്നിയിട്ട് അവരത് സ്കിപ്പ് ചെയ്യും. നമ്മുടെ വീഡിയോസിന് നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ട് അല്ലെങ്കിൽ ഫോളോവേഴ്സ് വന്ന് ഒരു കമൻറ്റ് ഇടുമ്പം ആ കമൻറ്റിന് അതേ ദിവസം തന്നെ ഒരു റിപ്ലൈ കൊടുക്കാൻ നമ്മൾ നോക്കണം. അവർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മുടെ പേജിനൊരു മൂവ്മെൻറ്റും ഉണ്ടാവുള്ളൂ. അപ്പം അത് മറന്നു പോകരുത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ലൈവ് വരാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ ഫേസ് കാണിച്ച് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഒരു കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒറിജിനലായി കാണിക്കാം. ഇപ്പോൾ എന്താ നാച്ചുറൽ വീഡിയോസ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് പുറത്തുള്ള സീനറി എന്തെങ്കിലും അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കണ്ടന്റിനെ ലൈവായിട്ട് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ലൈവ് വരുന്നതും കൂടുതൽ റീച്ച് വരാനും ഫോളോവേഴ്സ് വരാനും പെട്ടെന്ന് മോണിറ്റൈസ് ആവാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പം സെയിം മോഡലിൽ സെയിം ലെവലിൽ സെയിം യാതൊരു പുതിയതായിട്ട് ഒരു ക്രിയേറ്റിവിറ്റി ചെയ്യാതെ നമ്മൾ എന്തൊക്കെയോ കുറേ വന്ന് പറയുന്നു ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സ് ഗ്രാജുവലി താല്പര്യമില്ലാതെ വന്ന് നോക്കുന്നില്ല നമ്മളുടെ പേജിൽ. അപ്പം അതും നമ്മളെ മൈൻഡിൽ വെക്കേണ്ട കാര്യമാണ്. ഏൺ ചെയ്യാന്ന് പറഞ്ഞാലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും നമുക്ക് എഫേർട്ട് ഉള്ള ഒരു കാര്യം, ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ നിസ്സാരമായ കാര്യമാണെങ്കിൽ പോലും കുറച്ച് നമ്മുടെ ടൈമും നമ്മുടെ ക്രിയേറ്റിവിറ്റിയും നമ്മൾ സ്പെൻഡ് ചെയ്യണം. പിന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫോർമാറ്റ് യൂസ് ചെയ്യണം. ഇപ്പോൾ ഫേസ്ബുക്കിനാണെങ്കിലും നമ്മുടെ വീഡിയോ 720 പിക്സൽസ് ആയിരിക്കണം. അതുപോലെ വീഡിയോൻ്റെ റേഷ്യോ ഉണ്ട്, ഐ തിങ്ക് 4:5 1:1 അങ്ങനെ എന്തോ റേഷ്യോ തോന്നുന്നു ഫേസ്ബുക്കിന് വരുന്നത്. അപ്പം റീൽസ് ആണെങ്കിലും സ്റ്റോറീസ് ആണെങ്കിലും ചെയ്യുമ്പോൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ ടെക്സ്റ്റ് എൻ്റർ ചെയ്യാം, മ്യൂസിക് ആഡ് ചെയ്യാം. അതൊക്കെ അവിടെ നിന്ന് തന്നെ ചെയ്യുമ്പോഴും ഇതിന് റീച്ച് ഉണ്ടാവും. അതൊക്കെ ഒരു സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്ക് ചെയ്യുമ്പം അല്ലെങ്കിൽ ട്രെൻഡിങ് ആയ ഫോർമാറ്റിലൂടെ ട്രെൻഡിങ് ടോപ്പിക്സ് ചെയ്യുമ്പം പെട്ടെന്ന് നമുക്ക് ഫോളോവേഴ്സും മോണിറ്റൈസേഷനുള്ള സാധ്യതകളും കൂടും. പിന്നെ സാധാരണയായിട്ട് ഫേസ്ബുക്കിൻ്റെ ആഡ് വരാറുണ്ട്. നമ്മുടെ ഒരു കണ്ടന്റിന് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി ഫേസ്ബുക്കിൻ്റെ ആഡ്, അതായത് മന്ത്ലി ഇത്ര പേ ചെയ്താൽ നമുക്ക് ആ ഫേസ്ബുക്ക് ആഡിലൂടെ ഒരുപാട് ആളുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ കഴിയും.
ആ ആഡ് സാധാരണക്കാർക്ക്, അതായത് നോർമലായിട്ട് നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഈ ആഡിൽ ക്യാഷ് കൊടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുമ്പം ഫേസ്ബുക്ക് ആഡിലൂടെ പ്രൊമോഷന് വേണ്ടി, നമ്മുടെ കണ്ടന്റിന് പ്രൊമോഷന് വേണ്ടി ആഡ് ചെയ്യുമ്പം ഒരു ബിസിനസ് ആവശ്യത്തിന് ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആഡ് ചെയ്യുന്നത് നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ നമ്മൾ വീട്ടിലിരിക്കുന്ന ആളുകൾ, വീട്ടമ്മമാരും അങ്ങനെയുള്ളവർക്ക്, അല്ലെങ്കിൽ ഒരു നോർമലായിട്ടുള്ള ഡെയിലി ലൈഫ് വ്ലോഗൊക്കെ ചെയ്യുന്ന ഒരു സാധാരണക്കാരായ ആളുകൾക്ക് ആഡ് വെച്ചിട്ട് പ്രൊമോട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനൊരു ഡൗട്ട്, എൻ്റെ അടുത്തൊരു നമ്മുടെ കൂട്ടത്തിലൊരാൾ, നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളൊരു ഡൗട്ട് ചോദിച്ചു, ഇങ്ങനെ 5000 8000 ഫോളോവേഴ്സ് ആയി ലിമിറ്റായിപ്പോയി, റെസ്ട്രിക്റ്റ് ആയിപ്പോയി, എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അത് റിലേറ്റഡ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ എന്നോട് ഇങ്ങനെ ഇത് കമൻറ്റിലൂടെ വന്ന് സംസാരിക്കുമ്പോൾ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണെന്ന്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഡൗട്ടിനുള്ള ഒരു ക്ലിയർ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മളുടെ പേജിൽ ഈ 8000 ഫോളോവേഴ്സ് സാച്ചുറേറ്റഡ് പോയിന്റിൽ നിൽക്കുമ്പം ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക, അതിനുള്ള കുറച്ച് ടിപ്സ് പറയാം. അപ്പം അതിൽ നമ്മുടെ കണ്ടന്റിന് വന്ന് ലൈക്ക് ആൻഡ് കമൻറ്റ് ഇടുന്ന ആളുകൾക്ക് അവർക്ക് റിപ്ലൈ കൊടുക്കണം. റിപ്ലൈ കൊടുക്കുന്നതിനൊപ്പം തന്നെ ആളുകൾ വന്നിട്ട് നമ്മുടെ പേജിൽ വന്നിട്ട് ഈ കണ്ടന്റ് കണ്ട് എന്തെങ്കിലും ഒന്ന് പറയാനുള്ളൊരു സാധ്യത ഉണ്ടാക്കണം. അത് നമ്മൾ കോൾ ടു ആക്ഷൻ എന്ന് പറയും, CTA, കോൾ ടു ആക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് ഒരു പോൾ പോലെ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പോലെ കൊടുക്കാം. ലൈക്ക് ആൻഡ് ഷെയർ ഇഫ് യു ലൈക്ക് ദിസ് കൈൻഡ് ഓഫ് വീഡിയോ, അല്ലെങ്കിൽ ദിസ് കൈൻഡ് ഓഫ് റീൽ, അല്ലെങ്കിൽ അതിന് എന്താ പറയുക, നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നത്, അതിന് ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കുന്നത്, എന്നിട്ട് അവരുടെ മൈൻഡിൽ അങ്ങനെയൊരു ഇൻട്രസ്റ്റ് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണം. നമ്മുടെ കണ്ടന്റ് ത്രൂ നമ്മൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണം. നമുക്ക് നമ്മുടെ വീഡിയോയിൽ അല്ലെങ്കിൽ റീൽസിൽ ലാസ്റ്റ് നമുക്ക് കൊടുക്കാം വാച്ച് ടിൽ ദ എൻഡ് ഫോർ എ സർപ്രൈസ്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെയാണോ നിങ്ങളുടെ കണ്ടന്റ് അതിനനുസരിച്ചിട്ടുള്ള ഒരു ടോക്ക്, അതായത് ഡയറക്റ്റ് ഫോളോവേഴ്സിനെ ടച്ച് ചെയ്യുന്ന പോലെ ഒരു ടോക്ക് ഇൻ ദ സെൻസ് അത് പറയുകയും ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ അത് കൂടാതെ നിങ്ങളുടെ കണ്ടന്റ് നിങ്ങൾ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്തിട്ട് ഒരുപാട് ആളുകളിലേക്ക് റീച്ച് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ സിമിലർ ആ മോഡലിൽ കണ്ടന്റ് ചെയ്യുന്ന ആളുകളായിട്ട് കൊളാബറേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. അങ്ങനെ കൊളാബറേറ്റ് ചെയ്തിട്ടും നമുക്ക് റീൽസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ള ആളുകളാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രൂപ്പിൽ പരിചയപ്പെടുന്ന നമ്മുടെ കണ്ടന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് വീഡിയോസ് ചെയ്യാൻ താല്പര്യമുള്ളവരുടെ കൂടെ നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് വീഡിയോസും ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഡൗട്ടിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അതുപോലെ പുതിയതായിട്ട് വന്ന് ചാനൽ കാണുന്നവർ ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.